നമസ്കാരം. ഭഗവത്ഗീതയിൽ പറയുന്നു, ഏതൊരു ബുദ്ധി തമസ്സിനാൽ മൂടപ്പെട്ട് അധർമ്മത്തെ ധർമ്മമായും എല്ലാറ്റിനെയും വിപരീതമായും അറിയുന്നുവോ ആ ബുദ്ധി താമസ ബുദ്ധിയാണ്. തമസ് എന്നാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ഇരുട്ടുള്ള ഒരു മുറിയിൽ എന്തെല്ലാം പദാർത്ഥങ്ങളും ഉപകരണങ്ങളും ഉണ്ടെന്നോ അവയുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നോ വേർതിരിച്ചറിയുക സാധ്യമല്ല. ബുദ്ധി തമസിലായാലും ഇതുതന്നെയാണ് അവസ്ഥ. തമോ ഗുണം ബാധിച്ച ഒരാളുടെ ബുദ്ധിയിൽ സത്യം, ധർമ്മം, കാരുണ്യം, ന്യായം, ഉത്സാഹം, ക്ഷമ, ശാന്തി എന്നീ ഗുണങ്ങൾ ഒന്നും തെളിയില്ല. ഇത്തരം ആളുകൾ താഴ്ന്ന തരം ചിന്തകൾക്കും മൃഗീയ വിചാരങ്ങൾക്കും വശംവദരാവുകയും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അവർക്ക് നല്ലതിനെ അറിയാനും അംഗീകരിക്കാനും കഴിയില്ല. അവയ്ക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ല എന്ന് മാത്രമല്ല, അധർമ്മത്തെ ധർമ്മമായി സ്വീകരിക്കുകയും ചെയ്യും. ശുഭദിനം.